ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലിന്റെ ഫലമായി ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സമ്മതിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ സംഭാവന നോക്കാം, അതൊക്കെ നമുക്ക് നോക്കാം. നീ പേടിക്കേണ്ട കാര്യം ആരെ പങ്ക് പരിശോധിക്കുന്നതിൽ ഒരു പേടിയില്ല. മനസ്സിലായില്ല. അത് ഇടത് ഹിന്ദുത്വ ആക്കുമെന്ന് പറഞ്ഞാ ഇല്ല. എന്ത് ഫേസ്ബുക്ക്? നിങ്ങളുടെ ഫേസ്ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവ് ആകും. അതെ. അവിടെ ഇപ്പോ തൂക്കാന്ന്. BJPക്ക് ഭൂരിപക്ഷമൊന്നുമില്ല. ഒറ്റക്കക്ഷിയായി, പക്ഷെ ഭൂരിപക്ഷമൊന്നുമില്ല. പോരാ, മതിയാവൂല. അതൊക്കെ തൂക്കായിട്ട് നിൽക്കുകയാണ്. ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത്? ഒരു തിരിച്ചടിയില്ല. അതാ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ്. അത് വിചാരിച്ച് നിൽക്കണ്ട. മൂന്നാം വട്ടത്തിൽ ഇനി ഇവര് UDF വരാൻ പോവാണെന്ന് പറയാനാണല്ലോ നിങ്ങളെല്ലാം 80 സീറ്റ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോ 80 സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യം. നോക്കാം, നമുക്ക് അത് പൂർത്തിയായില്ല. അതെല്ലാം വരട്ടെ. മനോരമയില്ലേ അത് ആദ്യം എടുത്തത്? അല്ല, ആ സമ്മേളനമോ? ആ സമ്മേളനം നല്ല നാട്ടല്ലേ? അത് രാഷ്ട്രീയമല്ലോ. ആരാ രാഷ്ട്രീയം മുന്നോട്ടേക്ക് വെച്ച്? നിങ്ങളെല്ലാം രാഷ്ട്രീയമല്ല, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെങ്ങനെ രാഷ്ട്രീയമാകുക? ഇടത് ഹിന്ദുത്വ ആഖ്യാനം നിങ്ങളുടെ പ്രയോഗമല്ലേ? ആയിക്കതെല്ലാം അംഗീകരിക്കുന്നു. ആരെ പ്രയോഗമായാലും ആ പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലോ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. ദോഷമായി ഓരോരാളായി പറ. ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അത് ഐസത്തിനോട് ചോദിച്ചാൽ മതി. പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷങ്ങൾക്കൊപ്പം നിന്ന് ജയിക്കാൻ ശ്രമിക്കുന്നുള്ളൊരു വ്യാഖ്യാനം, അങ്ങനെ പ്രചരണം ശത്രുക്കൾ നടത്തി. അത് അവരെ ബാധിച്ചോ എന്ന് പരിശോധിക്കുന്നതാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഏറ്റക്കുറച്ചിലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയത അതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചിട്ടും അവർ പ്രചരിപ്പിച്ചതുപോലെ വിശ്വാസി സമൂഹം ഈ പറയുന്ന BJPക്ക് അനുകൂലമായി മാറിയിട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, ന്യൂനപക്ഷ വർഗീയതയുമായി ചേർന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ ലീഗും കോൺഗ്രസും ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPIയെയും ചേർത്ത് നിർത്തിയിട്ടും ആ സമുദായം ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ വോട്ടും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 2 പ്രവണതകളെയും അതിജീവിച്ചുകൊണ്ടാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്, പൊരുതിയിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ല, അതുപോലെ തന്നെ മധ്യ കേരളത്തിന്റെ ചില ഭാഗങ്ങൾ, ഇപ്പം ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ എറണാകുളത്തിന്റെ ചില ഭാഗങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നല്ല പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, കേരള കോൺഗ്രസ് ഇപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് ഉള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ ജയം ഉണ്ടായിട്ടുള്ളത്, ഇപ്പം പരാജയം ഉണ്ടായിട്ടുള്ളത്. രണ്ടും കാണണ്ടേ അതേപോലെ? അല്ല, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും CPIM ഉണ്ടായിട്ടില്ല. ഏത് പ്രശ്നത്തിലുമില്ല. അവരുടെ പ്രശ്നമല്ല, അവർ വർഗീയമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. വർഗീയതയും അതുപോലെ തന്നെ വിശ്വാസവും രണ്ടായി കാണണം. വർഗീയതയല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കൊന്നും ഈ വർഗീയതയില്ല. വർഗീയവാദികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരവേലയുണ്ട്. ആ പ്രചാരവേല ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും
വീശിയിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായി കണ്ടിട്ടുണ്ട്. അത് ചോദിച്ചതോ? നിങ്ങൾ അതാ പറഞ്ഞ, നിങ്ങൾ ഒന്നും മാത്രം എടുക്കണ്ട, പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് പറയാം. അതല്ലേ ഞാൻ പറഞ്ഞ, റിവ്യൂ തീരുന്നതോടുകൂടി ഞങ്ങൾക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്രത്തോളം ഉണ്ട്, ഓരോന്നും എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചും എഴുതിയിരുന്നത്. സംസ്ഥാനത്തുള്ള ഭരണവിരുദ്ധ വികാരമാണ്. അത് നിങ്ങൾ പറഞ്ഞില്ലേ, അതില്ലാതുകൊണ്ട് തന്നെ